ആരുടെ, അതായത് ഹിന്ദു മിത്തോളജി പ്രകാരം ആരുടെ ആയുധമാണ് സുദർശന ചക്രം? ഐ സോ അഡോണീസ് ലൈറ്റ് ഗോ ഓൺ ഫസ്റ്റ്. അപ്പോ നിങ്ങളും അത് കഴിഞ്ഞ ഉടനെയാണ് പ്രസ് ചെയ്തത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അഡോണിയുടെ തന്നെയായിരുന്നു ഫസ്റ്റ് വന്നത്. ആൻസർ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണന്റെ ആയുധമായിട്ടാണ് സുദർശന ചക്രം പറയുന്നത് അല്ലെ? സുദർശന ചക്രം എന്ന് പറയുന്നത് ആരുടെ ആയുധമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദു മിത്തോളജി പ്രകാരം നമ്മൾ പറയുന്ന ഉത്തരം അതായിരിക്കില്ല. ഞാൻ ഇവർക്കൊരു ചാൻസ് കൊടുത്തിട്ട് വരാം. ഇഫ് ദേ ഹാവ് എ ബെറ്റർ ആൻസർ നമുക്ക് നോക്കാം. മഹാവിഷ്ണു. ശരിയായ ഉത്തരം. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. ശരിക്കും മഹാവിഷ്ണുവിന്റെ കയ്യിലാണ് സുദർശന ചക്രം ഉള്ളതെന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ രണ്ടുപേരിൽ ആരാണ് നമ്മുടെ നിലവറയിലേക്ക് പോകുന്നത്? ഞാൻ പോവാ. ഹാരിയാണ് പോകുന്നത്. ഓക്കെല്ലേ? സെറ്റാക്കൂലേ? സെറ്റാക്കും. ഓടൂ, വാരൂ, നേടൂ. Go. എടുത്തതുപോലെ മാറിക്കോയി കുറെ സാധനങ്ങൾ എടുത്ത് 500 രൂപ മുകളിലാക്കരുത്. ഇത് ചേട്ടാ മാറി എടുക്കുന്നുണ്ട്. സമയമുണ്ട്. ഷോപ്പിങ്ങിന് പോകാറുണ്ടോ എന്നുള്ളത് താങ്കളോട് ചോദിക്കുന്നില്ല, അമ്മയോട് ചോദിക്കട്ടെ. പോകാറുണ്ട്. വീട്ടിലെ സാധനങ്ങളെല്ലാം കറക്റ്റായിട്ട് വാങ്ങിച്ചോണ്ട് വരാറുണ്ടോ? കൃത്യമായിട്ട് മേടിക്കും. ഡേറ്റും വിലയെല്ലാം കൃത്യമായിട്ട് നോക്കി കൊടുക്കുന്ന പൈസക്കകത്ത് നിർത്തിക്കൊണ്ടാണ് മാക്സിമം മേടിച്ചോണ്ട് വരുന്നത്. ഇപ്പൊ ഇനിയിപ്പോ കറക്റ്റായിട്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അത് നോക്കണം. വീട്ടിൽ കൊണ്ട് നൂഡിൽസ് ഉണ്ടാക്കിക്കാനുള്ള പരിപാടിയാ. നോക്കട്ടെ, സാധനങ്ങൾ നോക്കട്ടെ. ആദ്യം നൂഡിൽസ് 90 രൂപ. 90 രൂപയുടെ നൂഡിൽസ്. ഇതുകൊണ്ട് നമ്മൾ ഒരാഴ്ച കൊണ്ട്. ഇത് നമ്മുടെ മിൽക്ക് മെയ്ഡാ, നെസ്ലെ മിൽക്ക് മെയ്ഡ്, നമ്മുടെ സ്പെഷ്യൽ പാർട്ണറാ. 144 രൂപ. 144ഉം 90ഉം 234 അല്ലേ? കിട്ടും തോന്നുന്നു അല്ലേ? ബ്രൂ ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. 900 രൂപയുടെ ബ്രൂ ഇല്ലല്ലോ എന്നും പറഞ്ഞ തലയിൽ അടിച്ചല്ലോ പുള്ളിയുടെ. ഇത് അഗൈൻ നമ്മുടെ കോ പാർട്ണറാണ്, നമ്മുടെ ഗോൾഡ് വിന്നർ. പോയിന്റ് അടിക്കാനുള്ള പരിപാടി. 90, 144, 170. അതായത് 234, 404. 404. ടീം എ, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ആ സാധനങ്ങളെല്ലാം നിങ്ങൾക്ക്. അടിപൊളി.